വിമർശകർക്കുള്ള മറുപടി തന്നെയാണ് ഇന്ന് രണ്ടാമത്തെ ടെസ്റ്റിൽ ഇന്ത്യ കൊടുത്തിട്ടുള്ളത്. 330 റൺസിൻ്റെ വിന്നാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ലോർഡ്സിലേക്ക് വരുമ്പോൾ ലോർഡ്സ് കുറച്ച് ടഫായുള്ള പിച്ചാണ്. ആ പിച്ചിൽ എങ്ങനെ ബാറ്റ് ചെയ്യുന്നത് നമ്മളെ ബാറ്റേഴ്സിനെ ബേസ് ചെയ്തിരിക്കും. ഏത് ടീമിനാണ് അവിടെ ബോളിംഗ് പിച്ചാണ്, ഒരു ബോളറിൻ്റെ മാച്ചാണ്. അവരെ എങ്ങനെ ഡിഫീറ്റ് ചെയ്യാം എന്നതാണ് നമ്മളെ ബാറ്റേഴ്സ്. ഇപ്പോൾ കരുൺ നായരാണെങ്കിലും KL രാഹുലും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവർ നന്നായി കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഓപ്പണിംഗ് സൈഡാണെന്നുണ്ടെങ്കിൽ SC ജയ്സ്വാൾ. പിന്നെ പാർട്ട്ണർഷിപ്പിൽ വരുമ്പോൾ രവീന്ദ്ര ജഡേജ ഏറ്റവും നീറ്റായിട്ട് കളിക്കുന്നൊരു പ്ലെയറാണ്. ശുഭ്മാൻ ഗിൽ, ഋഷഭ് പന്ത്. And they want to win this match also. I wishing all the very best for the team. നമ്മളെ യങ് പ്ലെയേഴ്സ് ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ 5 വ്യക്തിഗത സെഞ്ചുറികളോടുണ്ടായി. ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പിൽ തന്നെ SC ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ 2 സെഞ്ചുറിയാണ് കളിച്ചത്. ഋഷഭ് പന്ത്, KL രാഹുൽ. അത്രയൊക്കെ സ്കോർ ചെയ്തെങ്കിൽ നമുക്ക് ബോളിംഗ് നിരയിൽ വളരെ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചത്. ജസ്പ്രീത് ബുംറ ഉണ്ടെങ്കിലും നമ്മളെ ഫീൽഡിംഗ് സെക്ഷനിൽ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇന്ത്യ ആ കളി പരാജയപ്പെടാൻ കാരണം. അവർ അടുത്ത ബർമിംഗ്ഹാമിലേക്ക് അവിടെ ടെസ്റ്റ് ആരംഭിക്കുന്നു. അവിടെ ടെസ്റ്റ് ആരംഭിച്ചപ്പോൾ ആ ടെസ്റ്റിലാണെന്നുണ്ടെങ്കിലോ ജസ്പ്രീത് ബുംറയ്ക്ക് പരിക്കല്ല, ജസ്റ്റ് റെസ്റ്റ്, ഓവർലോഡ് കാണും, നല്ല റെസ്റ്റ് കൊടുക്കും. അവിടെ പുതിയ ആകാശ് ദീപ്. അവിടെ നിന്ന് കളി പുതിയ ആൾ മുഹമ്മദ് സിറാജ്, അങ്ങനെ ഈ ഒരു യങ് നിര അവർ ഇംഗ്ലണ്ടിനുമായിട്ട് സ്കോർ ചെയ്യും. അടിപൊളി കളി. ഇന്ത്യ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നു. ഇന്ത്യ മെച്ചപ്പെട്ട സ്കോർ തന്നെയായിരുന്നു. അവിടെ നിന്ന് ഇംഗ്ലണ്ട് കുഴപ്പമില്ലാത്ത സ്കോർ കൊണ്ടുവന്നു. അതിൽ നിന്ന് രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യ കൂടുതൽ മെച്ചപ്പെടുന്നു. ഒരു 607 റൺസ് അടിച്ചെടുക്കുന്നു. ശുഭ്മാൻ ഗില്ലിൻ്റെ 2 സെഞ്ചുറി, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. രവീന്ദ്ര ജഡേജയുമായിട്ട് ഫസ്റ്റ് ഇന്നിങ്സിലും സെക്കൻഡ് ഇന്നിങ്സിലും ഒരേപോലെ രണ്ടുപേരും ഈസി ആയിട്ട് സിംഗിൾ, ഡബിൾ, ബൗണ്ടറി, 6. ഒരു ടഫസ്റ്റായ സിറ്റുവേഷനല്ല അവർ കളിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. പ്രഷറായ സിറ്റുവേഷൻ ആണെങ്കിലും പ്രഷർലെസ് ആയിട്ട് അവർ അടിപൊളിയായി കളിച്ചു. നല്ലൊരു റണ്ണ് ടാർഗറ്റ് ഇംഗ്ലണ്ടിനെതിരെ കൊടുത്തു. ആ റൺ ചേസ് ചെയ്യാൻ ഈ പറഞ്ഞ ഇംഗ്ലണ്ടിന് ഒന്നും സാധിക്കാതെ വരുന്നു. ഫസ്റ്റ് ഇന്നിങ്സിൽ, രണ്ടാം ടെസ്റ്റിലെ ഫസ്റ്റ് ഇന്നിങ്സിൽ മുഹമ്മദ് സിറാജ് 5 വിക്കറ്റ് നേടുന്നു. അവിടെ ആകാശ് ദീപ് 4 വിക്കറ്റ് നേടുന്നു. രവീന്ദ്ര ജഡേജ 1 വിക്കറ്റ്. അങ്ങനെ സെക്കൻഡ് ഇന്നിങ്സിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ചു വന്നു. ആകാശ് ദീപ് 6 വിക്കറ്റ് നേടുന്നു, മുഹമ്മദ് സിറാജ് 1 വിക്കറ്റ് നേടുന്നു. സെക്കൻഡ് ടെസ്റ്റിൽ ആകാശ് ദീപ് ടോട്ടൽ 10 വിക്കറ്റ് നേടുന്നു. 2 ഇന്നിങ്സിലൂടെ 10 വിക്കറ്റ് നേടുന്നു. ക്രിക്കറ്റ് എപ്പോഴും ഒരു ടീമിനായിട്ട് മാച്ച് ആകുമ്പോൾ ഒരു 3 മാച്ച് അല്ലെങ്കിൽ 4 മാച്ച് 5 മാച്ച് അങ്ങനെ ആ ഒരു സെക്ഷനിലാകുമ്പോൾ എന്താ വെച്ചാൽ ഫസ്റ്റ് സംഭവിച്ച ഫാൾട്ടുകൾ ഫസ്റ്റ് എങ്ങനെ നേരിട്ടു ആ ബോളേഴ്സിനെ പറ്റി പഠിക്കുക. അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ വേറൊരു കൺട്രിയിലാണെന്നുണ്ടെങ്കിൽ ആ പിച്ച്, അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കാം, അടുത്ത മാച്ചിൽ അങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മളെങ്ങനെ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് പ്രശ്നങ്ങൾ പറ്റുമ്പോൾ നമ്മളെങ്ങനെ ടാക്കിൾ ചെയ്യാം, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ എങ്ങനെ പഠിച്ച് എങ്ങനെ അടുത്ത നെക്സ്റ്റ് ടൈം എങ്ങനെ ക്ലിയർ എന്നതുകൂടെ കാണിച്ചു തരുന്ന ഒരു ഗെയിമാണ് ക്രിക്കറ്റ്. തോറ്റോ ജയിച്ചോ എന്നതല്ല, ഭാവിയിലേക്ക് ഉള്ള ക്രിക്കറ്റിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യൻ ടീം ഇന്ന് ഈ ഒരു പൊസിഷൻ ഇന്ന് മെയിൻറ്റെയിൻ ചെയ്തു പോകും. അതായിരിക്കണം ടീം വർക്ക്. ഇപ്പോഴത്തെ ടീമിൻ്റെ സ്പിരിറ്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു യങ്ങേഴ്സിൻ്റെ ഒരു എബിലിറ്റി, അവരുടെ ടീം സ്പിരിറ്റ് എല്ലാം സൂപ്പറാണ്. അപ്പോൾ ഈ ഒരു ലോർഡ്സിന് അവർക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. എങ്ങനെയായാലും നല്ലൊരു ടഫായിട്ടുള്ളൊരു മാച്ചാകും. ബോളേഴ്സും തമ്മിലുള്ളൊരു മാച്ചാകും. അപ്പോൾ ജോഫ്ര ആർച്ചർ ഇംഗ്ലണ്ട് സൈഡ് വരികയാണെന്നുണ്ടെങ്കിൽ കളി കൂടുതൽ ടൈറ്റാകും. പക്ഷേ ജോഫ്ര ആർച്ചറിനെ ഫേസ് ചെയ്യാൻ നമ്മളെ ബാറ്റേഴ്സിന് കഴിയും. കാരണം IPL-ലൊക്കെ ജോഫ്ര ആർച്ചറിൻ്റെ ബോളിങ്ങിനെ ഫേസ് ചെയ്തിട്ടുണ്ട്. ഓൾറൗണ്ടർ സ്ഥാനത്ത് ഏറ്റവും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന പ്ലെയറാണ് കുറച്ച് വർഷങ്ങളായി. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് സീനിയർ പ്ലെയർ ആയിട്ടുള്ള ഒരൊറ്റ പ്ലെയർ രവീന്ദ്ര ജഡേജ. ലോർഡ്സിൽ പിച്ച് എങ്ങനെ പോയാലും ബാറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യില്ല. അവിടെ ബോളിംഗ് നിരക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്.
ഭയങ്കര സ്വിങ്ങിങ് ആയുള്ള ബോളിങ്, സ്പിന്നിനോ അല്ലെങ്കിൽ ഫാസ്റ്റ് ബോളേഴ്സിന് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നു. അത് നമ്മൾ ഫസ്റ്റ് കണ്ടത് ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇപ്പോൾ ഒരു മാസം മുന്നേ നടന്ന വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും നടന്നുള്ള മാച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്തായിരിക്കും ഒരു ടെസ്റ്റ്, ലോർഡ്സിൽ നടക്കുന്ന ടെസ്റ്റ് എങ്ങനെയായിരിക്കും എന്നതിനുള്ള ഒരു തെളിവാണത്. അതൊരു മാച്ച് തന്നെയായിരുന്നു. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ആയ ബെൻ സ്റ്റോക്ക് പോലും ഇന്ത്യയെ വിമർശിച്ചു. ഈ ഒരു ചെറിയ യങ്സ്റ്റേഴ്സിനായിട്ട് ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന് എന്ത് നേടാനാണ്, എന്ത് ചെയ്യാനാണ്, ഞങ്ങളുമായിട്ട് കളിക്കാൻ അവർക്ക് ഒരു എബിലിറ്റി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സെക്കൻഡ് ടെസ്റ്റിലെല്ലാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നൊരു പെർഫോമൻസാണ് ഇന്ത്യ കാട്ടിയത്. എങ്ങനെ അവരുടെ ടീമൊന്നും കിട്ടിയ ഓപ്പർച്യൂണിറ്റി അതിന് മുതലെടുക്കണമെന്നും ഒരു യങ്സ്റ്റേഴ്സിനെ ഇപ്പോൾ ബോളിംഗ് നിറയാണെന്നുണ്ടെങ്കിൽ രണ്ടാം ടെസ്റ്റിൽ പോയതൊക്കെ പുതിയ ആളുകളാണ്. അതിൽ കൂടുതൽ കുറച്ചൊരു എക്സ്പീരിയൻസ് ഉള്ളത് മുഹമ്മദ് സിറാജ് മാത്രമാണ്. ബാക്കിയുള്ളവർക്കൊന്നും നല്ല എക്സ്പീരിയൻസ് ഇല്ല. ഇപ്പോൾ ഷാർദുൽ താക്കൂറുണ്ട്, അവിടെ ആകാശ്ദീപ് വരുന്നു. അവരുടെ ബോളിംഗ്, അവരുടെ ടീം, പക്ഷേ കളി കിടിലൻ കളിയായി. അതിന് ഇപ്പോൾ മുഹമ്മദ് സിറാജിൻ്റെ ഓവർ എടുക്കാം. ഫസ്റ്റ് ഓവർ തന്നെ മൂന്നാമത്തെ ബോൾ വന്നു, ഒരു വിക്കറ്റ് എടുക്കുന്നു, ജോ റൂട്ടിൻ്റെ വിക്കറ്റ് എടുക്കുന്നു. രണ്ടാമത് ബാറ്റ് ചെയ്യാൻ വരുന്നത് ബെൻ സ്റ്റോക്കിൻ്റെ ഒരു നിൽക്കാൻ പോലുള്ള അവസരം അവിടെ കൊടുക്കുന്നില്ല. ഫസ്റ്റ് ബോൾ തന്നെ ക്യാച്ച് ആവുന്നു. ആ കളി ഇന്ത്യ ഈസിയായിട്ട് വിൻ ചെയ്യുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ആകാശ്ദീപിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. ഫീൽഡിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടെസ്റ്റിൽ സംഭവിച്ച മിസ്റ്റേക്കുകൾ കംപ്ലീറ്റ് തിരുത്തി. ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും എല്ലാം പെർഫെക്റ്റ്.